ചെല്ലം ഇങ്ങെടുക്കുക. തെക്കിനി വൃത്തിയാക്കിയോ? ഉവ്, വൃത്തിയാക്കി. ആ പഴയ പാത്രങ്ങളൊക്കെയോ? താഴത്തെ തളത്തിലേക്ക് മാറ്റി. തെക്കേപ്പറമ്പിൽ കുഴിയെടുത്ത് കഴിഞ്ഞോ? ഉവ്, കഴിഞ്ഞു. അളവ് 5 അടി 8 ഇഞ്ച്. ആ പറഞ്ഞ അളവ് തന്നെ, മാറ്റമില്ല. നായേ, കോളാമ്പിടക്ക്. അയ്യോ, ക്ഷമിക്കണം ക്ഷമിക്കണം. തെറ്റുപറ്റി, മാപ്പാകണം മാപ്പാകണം. അശ്രീകരം, പോ മുമ്പീന്ന്. കാലം എന്തൊരരസികനാണ്. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോൾ സംഗീതം തന്നെയാ നല്ലത്. ഡാ, ആ പാണനെയും കൂട്ടരെയും വിളിക്കേ. വേദന ഇപ്പോ കലശലായിരിക്കുന്നു. ആ, ഇന്നൊരു രാത്രി കൂടി താണ്ടിയാൽ മതിയല്ലോ. തുടങ്ങാ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനു, ഇന്നെന്താ ഭഗവാനു വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനു, ഭഗവാനു വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. പൊന്മലയിൽ കാളകളി കണ്ടു താമസിച്ചേ. ആടുകേറാ മാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ. ആടുകേറാ മാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ. നിർത്തുക. പടിപ്പുരയിൽ ആളനക്കം കേൾക്കുന്നുണ്ട്. പൊയ്ക്കൊള്ളുക. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. വരിക. ആരാ? നമസ്കാരം. കുറച്ച് ദൂരെ നിന്നാണ്. വഴി തെറ്റി ഈ കാടെല്ലാം ചുറ്റിക്കറങ്ങി. ഈ പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ വണ്ടിയിൽ നിന്നുപോയി. അതാ ഇങ്ങോട്ട് കയറിയേ. വടമൻ പോറ്റിയുടെ മനയിലേക്ക് സ്വാഗതം. ആരാന്ന് പറഞ്ഞില്ല? പേര് രംഗനാഥൻ, ഡോക്ടറാണ്. ഓ, വൈദ്യശാസ്ത്ര വിശാരദൻ. നന്നായി. ആട്ടെ, ഏതാ ഇനം? ഓർത്തോപീഡിക്സ് ആണ്. ഈ ഒടിവ്, ചതവ്, നടുവ്, മുട്ട്, പെടലി, ഞരമ്പ്, പേശി, പിന്നെ കുറച്ച് കാശ്, അതൊക്കെ തന്നെ. ഹൈ, എന്താ കഥ? തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതുവഴി വരാൻ തോന്നിയത് നമ്മുടെ സുഹൃതം തന്നെ. ചേട്ടാ, ഈ വണ്ടി തന്ന കാര്യമെങ്കിലും കിട്ടുമോ ഇവിടെ അടുത്ത്? ഒക്കെ ശരിയാക്കാം. ഇങ്ങോട്ട് നോക്കാം. നമുക്ക് കലശലായ മുട്ടുവേദന ഇഷിക്കാലായി തുടങ്ങിയിട്ട്. പൂജാതി കർമ്മങ്ങൾക്കൊക്കെ അസാരം ബുദ്ധിമുട്ട് തന്നെ. വൈദ്യരൊന്ന് പരിശോധിക്കാം. എന്താച്ച പരിഹാരം പറയാം. പരിശോധനാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ദക്ഷിണ കിട്ടണം. ഈ കാശ്, പണം, ദുട്ട്, മണി. രസികൻ തന്നെ. ആയിക്കോട്ടെ. ഡാ, വൈദ്യർക്ക് ഒരു 10 പൊൻപണം നൽകുക. ദക്ഷിണ മുടക്കണ്ട. ഇയം തവ അന്തിമ ദക്ഷിണാ ഭവതി. ആഹാ, ഹേയ്, ഇത് ശരിക്കും ഗോൾഡ് കോയിൻ തന്നെ ആണല്ലോ. അടിപൊളി.
എന്നാൽ പിന്നെ അകത്തളത്തിൽ അന്തർജനത്തിന് നടുവോ പെടലിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി വിളിച്ചോളൂ. വൈദ്യർ ഒന്നും പറഞ്ഞില്ല? ആ തിരുമേനിയുടെ 2 മുട്ടിനും തേയ്മാനമാണ്. വല്ലാണ്ട് വളവുമുണ്ട്. അതിനൊരു സർജറി വേണ്ടി വരും. മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഒഴിച്ചിലും പിഴിച്ചിലും കൊണ്ട് ഇപ്പോൾ വലിയ ബലമില്ലാതായിരിക്കുന്നു. എന്നാൽ പിന്നെ ശസ്ത്രക്രിയ തന്നെ ആവാം അല്ലേ? അപ്പോൾ അടുത്ത ആഴ്ച ആശുപത്രിയിലേക്ക് വരിക. കുറച്ചേറെ പരിശോധനകൾ ചെയ്യാനുണ്ട്. പിന്നെ സിംഗിൾ സിറ്റിംഗ് ബയലാട്രൽ. പിന്നെ വരുമ്പോൾ ആ പെട്ടിയോടെ അങ്ങ് കൊണ്ടുപോരണേ. ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ മന വിട്ട് നാം എങ്ങോട്ടും പോകാറില്ല. നമുക്കത് ഇഷ്ടമില്ലാന്ന് കൂട്ടിക്കോളൂ. ശസ്ത്രക്രിയ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. തെക്കിനിയിൽ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. എന്തേ? അയ്യോ തിരുമേനി, ഇതൊരു മേജർ സർജറിയാണ്. തെക്കിനിയിലും വടക്കിനിയിലും എണ്ണത്തോണിയിലും ഒന്നും വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. തറുതലൊന്നും പറയണ്ട, ആ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. ഹലോ കാവ്യ കൊടുത്ത ചേട്ടാ, ഇങ്ങനെ വലിയ സർജറിയൊക്കെ ചെയ്യാനേ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അടിസ്ഥാന സൗകര്യങ്ങൾ. അല്ലാതെ തളത്തിലും കുളത്തിലും പറ്റത്തില്ല. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വൈദ്യർക്ക് വേണ്ടത്? തിരുമേനി, അതൊന്നും എണ്ണി പറഞ്ഞാൽ തീരില്ല. ഇവിടെ എങ്ങും വെച്ച് സർജറി ചെയ്യാൻ പറ്റില്ല. അത്ര അറിഞ്ഞാൽ മതി. മോഡുലാർ സ്റ്റെയിൻലെസ് സ്റ്റീൽ OT, വെർട്ടിക്കൽ ലാമിനാർ എയർ ഫ്ലോ, ETO സ്റ്റെറിലൈസർ, ബോഡി എക്സോസ്റ്റ് സ്യൂട്ട്സ്, പിന്നെ ഹൈഫ്ലക്സിനെയും ഗോൾഡിനെയും. എന്താ കൺസ്ട്രെയിൻ സിസ്റ്റവും വെക്കണോ? തിരുമേനി, നിങ്ങളും ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങനെ? വടമൺ പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ ആരും അതനുസരിക്കാതിരുന്നിട്ടില്ല. പറഞ്ഞു കൊടുക്ക. ഈ മനക്കലെ പടി കടന്നവരാരും എതിർത്ത് സംസാരിച്ചിട്ടില്ല. തമ്പുരാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യാം. അതാ തനിക്ക് നല്ലത്. സംതിങ് ഫിഷി. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എനിക്കെന്തോ ആകെ മൊത്തം റാങ്ങായി തോന്നുന്നു. ദിസ് ഇസ് റാങ്. സോറി, ഞാൻ സ്കൂട്ടാവുന്നു. ഞാനില്ല. ചോദിക്കാതെ പോയത് ശരിയായില്ല. അതാണോ മര്യാദ? എന്നെ പോകാൻ അനുവദിക്കണം പ്ലീസ്. തനിക്ക് പോകാൻ അനുവാദമില്ല. ഇയാൾക്ക് ആ കോമ്പലയുടെ അപ്പുറത്തുള്ള മുറി തുറന്നു കൊടുക്ക. അപ്പോ ശസ്ത്രക്രിയ നാളെ പുലർച്ചെ 2-ാം നാഴികയ്ക്ക് തെക്കനിയിൽ വെച്ച് ഒരുങ്ങിക്കൊള്ളുക. മരണവേദന. ആരാണയ? ഈ മാടമ്പള്ളിയിൽ ആരേലും ആണോ? തിരുമേനിയും മന്ത്രവാദിയും ഒന്നുമല്ല. അതൊരു മനുഷ്യനെ അല്ല, ചാത്തനാണ് അയാൾ. ഓഹോ, ഇയാൾ മുമ്പ് ഏത് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു? ഡോക്ടർ ഉദ്ദേശിക്കുന്ന ആ ചാത്തനല്ല. ഇത് ആഭിചാരങ്ങളുടെ അധിപൻ, വരാഹിയുടെ അപസൃഷ്ടി, സാക്ഷാൽ മാറാടി ചാത്തൻ. അപ്പോ ഈ വടമൺ പോറ്റി ഈ മനയിലെ അവസാനത്തെ കണ്ണി. ചാത്തൻ ആത്മാവ് വലിച്ചെടുത്ത് അയാളെ കൊന്നു. പിന്നെ ആ ശരീരം അങ്ങ് സ്വീകരിച്ചു. ഈ കാലത്ത് ഇങ്ങനെയൊക്കെയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ടാലൊരു സാത്വിക ബ്രാഹ്മണൻ. ആ കയ്യിലെ കരിനാഗ മോതിരങ്ങൾ കണ്ടോ? ഇടം കൈയിൽ ഇടംപിരി സർപ്പവും വലം കൈയിൽ വലംപിരി സർപ്പവും. അതാണ് അയാളുടെ ശക്തി. രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ അയാളിൽ അമാനുഷ ശക്തി പുറത്തേക്ക് വരും. ഡോക്ടർക്ക് വഴിതെറ്റിയതും ഈ പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ
വണ്ടി നിന്നുപോയതും ഒന്നും യാദൃച്ഛികമല്ല. അല്ല, അപ്പം ആ മോതിരം അങ്ങ് അടിച്ചു മാറ്റിയാൽ പോരെ? കടുത്ത ആഭിചാരക്രിയ കൊണ്ട് ബന്ധിച്ചതാണത്. അത് അയാളിൽ നിന്ന് മാറ്റാനോ നശിപ്പിക്കാനോ കഴിയില്ല. മുമ്പ് അതിനായി ശ്രമിച്ചവരൊക്കെ ആ തെക്കേ പറമ്പിലെ കുഴികളിൽ ഉറങ്ങുന്നുണ്ട്. ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കാലിൻ്റെ വേദന അങ്ങ് മാറ്റിക്കൂടെ? ആ ശരീരത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അയാൾക്ക് സ്വയം മാറ്റാൻ കഴിയില്ല. അതിനാണ് ഡോക്ടറെ വരുത്തിയത്. തെക്കിനിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങിയിരുന്നു. അപ്പം നാളത്തെ സർജറി നന്നായി നടന്നാൽ വേദന പൂർണ്ണമായി മാറിയാ എനിക്ക് പോകാൻ പറ്റുമല്ലേ? അറിയില്ല. ഡോക്ടറുടെ ഉയരം 5 അടി 8 ഇഞ്ചാണ് അല്ലേ? അതെ. എന്താ? ഒന്നുമില്ല. ഇതൊരു കുരുക്ക, അഴിയാ കുരുക്ക്, അഴിക്കും തോറും മുറുകുന്ന മരണക്കുരുക്ക്, മരണക്കുരുക്ക്, മരണക്കുരുക്ക്. ആ പടിപ്പുര കടന്ന് ഇങ്ങോട്ട് വന്നവരാരും തിരികെ പോയിട്ടില്ല. നമ്മളെല്ലാം ചാത്തൻ്റെ ചതുരംഗക്കളിയിലെ കാലാളുകൾ മാത്രം. നിങ്ങളൊക്കെ ഇവിടുത്തേതല്ലേ? എനിക്ക് എസ്കേപ്പ് ആവാൻ എന്തേലും ഒരു വഴി പറഞ്ഞ. ഈ പാണനും തേവനും പിന്നെ അറയിൽ ചങ്ങലക്കിട്ടിരിക്കുന്ന 1000 ആത്മാക്കളും എല്ലാം ഒരുപോലെ തമ്പുരാൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന പാവകൾ. ഞങ്ങളുടെ കാതുകളിൽ സംഗീതമില്ല, ഞങ്ങളുടെ കണ്ണുകളിൽ വർണ്ണങ്ങളില്ല. ഈ ട്രോമയുഗത്തിൽ കറുപ്പും വെളുപ്പും മാത്രം. ഇത് കാവ്യാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ തളിർവെറ്റില പോലും കറുപ്പ് മാത്രം. വെളിച്ചം കണ്ട് പറന്നെത്തിയ ഈ ഈയാമ്പറ്റകൾക്കിപ്പോൾ കൂട്ടിന് കൂരിരുട്ട് മാത്രം. ആദിത്യനില്ലാതെ കൂരിരുൾ മൂടുമ്പോൾ പാഴ്ത്തുടി പാടുന്നു പാണന്റെ കണ്ണീര്. ഉള്ളാകെ നോവുന്നു ഉൾമകൾ മായുന്നു ആരാരുമില്ലാതെ ഞാനെന്തു ചെയ്യേണ്ടു. നാഗങ്ങൾ വാഴുന്നു നാമെല്ലാം വീഴുന്നു നന്ദുണി പാട്ടിൻ്റെ ഈണങ്ങൾ മായുന്നു. എന്തോരം ദൂരമേ നീറി ഞാൻ പോകുന്നു എന്തെൻ്റെ ദൈവമേ നീ എന്നെ കാണാത്തു. പാണരെ, 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 എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. നോക്ക്, നോക്ക്, ചുറ്റും നോക്ക്. എത്ര വർണ്ണങ്ങൾ, പൂക്കൾ, പക്ഷികൾ. ചുറ്റും കണ്ണു തുറന്ന് കാണ്, കാതു തുറന്ന് കേക്ക്. ചാത്തൻ്റെ മനയിൽ നിറങ്ങളോ? ഏതോ അത്ഭുതം നടന്നിരിക്കുന്നു. എന്താണ് ആ ശബ്ദം? ചാത്തന്റെ പിടി അയഞ്ഞിരിക്കുന്നു. അറയിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവരെല്ലാം സ്വതന്ത്രരായിരിക്കുന്നു. അതാ ഡോക്ടർ എവിടെ? ശസ്ത്രക്രിയ കഴിഞ്ഞുവോ? അറിയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ ചാത്തന്റെ കണക്കൂട്ടലുകൾ പിഴച്ചിട്ടുണ്ട്. ഡോക്ടർ, നിങ്ങൾ എന്ത് ജാലവിദ്യയാണ് കാണിച്ചത്? സർജറി നന്നായിട്ട് നടന്നു. കാലിൻ്റെ വളവെല്ലാം മാറി. പോറ്റിക്കിന് വേദനയില്ലാതെ നടക്കാം. അല്ല, മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. ട്രോമായുഗം അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. എങ്ങനെ? ദാ 2 മുട്ടും മാറ്റി വെച്ചു. നിങ്ങൾക്ക് വിശ്വാസമില്ല? ഇതേ എക്സ്റേ നോക്ക്. വെൽ അലൈൻഡ് ആൻഡ് വെൽ ബാലൻസ്ഡ്. അല്ല, അതൊന്നുമല്ല.
മരണക്കുരുക്ക് നിങ്ങൾ അഴിച്ചെടുത്തിരിക്കുന്നു. മരണമില്ലാത്ത ചാത്തനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ എങ്ങനെ? മരണമില്ലാത്ത ചാത്തൻ, ഹെച്ചുനൻ മകനെ. ഏടാ മോനെ, രംഗൻ ചേട്ടൻ പണിയെന്ന് പറഞ്ഞ പണിയും. അമ്പാൻ, സ്വല്പം മേൽ കിടന്നോട്. മേലെ നോക്ക്, മേലെ നോക്ക്. ദോ, ഇടംപിരി സർപ്പം വലത്തെ കാലിനകത്തും വലംപിരി സർപ്പം ഇടത്തെ കാലിനകത്തും. ഇനി അയാൾ അത് കൂട്ടിമുട്ടിക്കാൻ നോക്കിയാ മണിനാഥം മാത്രം കേൾക്കും. ഓർത്തോക്കാരുടെ കളി. നായൻ മകനെ. മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ട് നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം